നമസ്കാരം. ഒരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഗ്രോസറി ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഗാർമെന്റ് ആയിക്കോട്ടെ, ബുട്ടിക് ഷോപ്പുകൾ ആയിക്കോട്ടെ. അപ്പൊ അതിനൊക്കെ പറ്റിയ ഒരു നല്ല സോഫ്റ്റ്വെയർ ഏതാണ്? ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് റെയിൻടെക് റീറ്റെയിൽ ഡാഡി എന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. റെയിൻടെക് റീറ്റെയിൽ ഡാഡി എന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറിന് 7 സുപ്രധാനമായ സവിശേഷതകളുണ്ട്. ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ ഭാരതത്തിലോ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള മറ്റു സോഫ്റ്റ്വെയറിൽ കിട്ടാത്ത പല സവിശേഷതകളും. അങ്ങനെ 7 സവിശേഷതകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കളയുക. ആദ്യത്തെ ഫീച്ചറാണ് കാറ്റലോഗ് ക്രിയേഷൻസ്. അതായത് നമ്മളിപ്പോൾ ലുലുവിലും അവിടെ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു കാറ്റലോഗുകളൊക്കെ, അതായത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ പ്രൈസ്, അങ്ങനെയുള്ള കാറ്റലോഗുകളൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അത് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഫോട്ടോഷോപ്പ് ചെയ്യുക, അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് പരിഗണിച്ച് റെയിൻടെക്കിൻ്റെ റീറ്റെയിൽ ഡാഡി എന്ന് പറഞ്ഞ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് തന്നെ നമുക്ക് കാറ്റലോഗ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ എല്ലാം ഇമേജുകൾ ഈ സോഫ്റ്റ്വെയർ തന്നെ AI ടൂൾ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനി നമുക്ക് മാനുവലായിട്ട് ഇമേജ് അപ്ഡേറ്റ് ചെയ്യാം, ആ ഓപ്ഷനും ഉണ്ട്. അതിനുശേഷം ഇതിനകത്ത് തന്നെ 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റുകൾ ചൂസ് ചെയ്യാം, നമുക്ക് കാറ്റലോഗുകൾ വ്യൂ ചെയ്യാം. ഇനി നമുക്ക് ഏതെങ്കിലും കാറ്റലോഗുകൾ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്തിട്ട് വ്യൂ കാറ്റലോഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാറ്റലോഗ് PDF ഫോർമാറ്റിൽ തന്നെ ബിൽഡ് ചെയ്യും. അങ്ങനെ PDF ഫോർമാറ്റിൽ ബിൽഡ് ചെയ്യുക മാത്രമല്ല, അത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാം. അതിനുശേഷം നമുക്കത് 1 by 1 ആയിട്ട് വേണമെങ്കിൽ വാട്സാപ്പിൽ അയക്കാം. പക്ഷേ അത് പ്രാക്ടിക്കലി അത്ര ഈസി അല്ല 1 by 1 ആയിട്ട് അയക്കാൻ. അതുകൊണ്ട് തന്നെ റെയിൻടെക്കിൻ്റെ റീറ്റെയിൽ ഡാഡി എന്ന സോഫ്റ്റ്വെയറിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വാട്സാപ്പ് എഞ്ചിൻ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഷോപ്പിലെ മൊബൈൽ ഫോണ് റെയിൻടെക് റീറ്റെയിൽ ഡാഡി എന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറായിട്ട് ഡയറക്റ്റ്ലി QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ്വെയറിനകത്ത് എന്തോരം കോൺടാക്ട്സ് ഉണ്ടോ, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കോൺടാക്ട്സ്, ആ എല്ലാ കോൺടാക്ട്സിലേക്കും നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ കൂടി എല്ലാ കസ്റ്റമേഴ്സിനും വാട്സാപ്പ് മുഖാന്തരം നമുക്ക് ഈ പറഞ്ഞ കാറ്റലോഗുകൾ അയക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി നല്ലൊരു അവയർനെസ് ഉണ്ടാവും. ഇത് നമുക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള അവയർനെസ് നമ്മുടെ കസ്റ്റമേഴ്സിനുണ്ടാവും. അങ്ങനെ നമ്മുടെ ബിസിനസ് വർദ്ധിക്കാനായിട്ട് ഇത് സഹായിക്കും. രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രിവിലേജ് കാർഡ്സ്. പ്രിവിലേജ് കാർഡ് ഇപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ വെച്ചിട്ട് ചെയ്യാറുണ്ട് പ്രിവിലേജ് കാർഡ്. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് പ്രിവിലേജ് കാർഡ് ഒരു കാർഡ് രൂപത്തിൽ തന്നെ ഡിജിറ്റൽ ഫോർമാറ്റിൽ കസ്റ്റമറുടെ വാട്സാപ്പിലേക്ക് ചെന്നാലോ? യെസ്, അങ്ങനെ ഒരു ഓപ്ഷനും റെയിൻടെക്കിൻ്റെ റീറ്റെയിൽ ഡാഡി എന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്തുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് ബില്ലടിക്കുകയാണ്, നമ്മളത് പ്രിവിലേജ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എനേബിൾ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പെർ കസ്റ്റമറെ. അങ്ങനെ പ്രിവിലേജ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറുടെ മൊബൈലിലേക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ടിൻ്റെ പ്രിവിലേജ് പോയിന്റ്സ് അല്ലെങ്കിൽ പ്രിവിലേജ് കാർഡ് വാട്സാപ്പിലൂടെ ചെല്ലും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കസ്റ്റമർ അടുത്ത പ്രാവശ്യം നമ്മുടെ ഷോപ്പിൽ തന്നെ വരും. അങ്ങനെ കസ്റ്റമറെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂൾ തന്നെയാണ് ഈ പ്രിവിലേജ് കാർഡ്. ആ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള പ്രിവിലേജ് കാർഡ് ടെക്നോളജി നമുക്ക് റീറ്റെയിൽ ഡാഡി ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് കിട്ടുന്നതായിരിക്കും. അടുത്തത് ബില്ല് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുന്ന ടെക്നോളജി. അതായത് നമ്മൾ സാധാരണഗതിയിൽ ബില്ലുകളൊക്കെ പ്രിന്റ് ചെയ്താൽ കൊടുക്കാറ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് ബില്ലടിക്കുമ്പോൾ ആ ബില്ല് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ കസ്റ്റമറുടെ വാട്സാപ്പിലേക്ക് PDF ഫോർമാറ്റിൽ എത്തിയാലോ? അതും റെയിൻടെക്കിൻ്റെ റീറ്റെയിൽ ഡാഡിയിലുണ്ട്. ഇനി അടുത്തൊരു ഫീച്ചറാണ് മൾട്ടിപ്പിൾ സെയിൽ പാനൽ. സാധാരണഗതിയിൽ ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിക്കോട്ടെ ഒരൊറ്റ സെയിൽ പാനലല്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ റെയിൻടെക്കിൻ്റെ റീറ്റെയിൽ ഡാഡി എന്ന ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് 2 സെയിൽ പാനലുണ്ടാകും. ഒന്ന് നമ്മൾ സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെയിൽ പാനൽ, അത് കൂടാതെ നമുക്ക് പിക്ചറൈസ് ചെയ്ത് കാണാവുന്ന രീതിയിലുള്ള ഒരു സെയിൽ പാനൽ. ഇതും രണ്ടും 2 ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഹോൾസെയിൽ കട നടത്തുന്നു, അല്ലെങ്കിൽ ഒരു വെയർഹൗസ്, അല്ലെങ്കിൽ നമ്മളൊരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നു. അങ്ങനെയുള്ളവർക്ക് സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള സെയിൽ പാനൽ ഉപയോഗിക്കാം. ഇനി ചില ആൾക്കാർ ഫ്ലവേഴ്സിൻ്റെ ഷോപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് ഗ്രോസറിയുടെ ഷോപ്പ് നടത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിക്ചർ കൂടി കാണുമ്പോൾ വളരെ സുഖം. ഐസ്ക്രീം ഷോപ്പുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകളേ ഉള്ളൂ, ഇങ്ങനെ കണ്ട് പിക്ചറുകളോടുകൂടി തൊട്ട് സെയിൽ ചെയ്യുന്ന ഓപ്ഷൻ വളരെ സുഖപ്രദം. അത് ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് വന്ന് നമ്മുടെ ഷോപ്പിൽ ഇരുന്നാൽ പോലും അവർക്ക് പോലും ബില്ല് ചെയ്യാവുന്ന ടെക്നോളജി. അങ്ങനെ 2 സെയിൽ പാനലുകളാണ്
റെയിൻടെക്കിന്റെ റീറ്റെയിൽ ഡാഡി എന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു ഫീച്ചറാണ് ലൈവ് വെയിങ് മെഷീൻ. എന്താണ് ഈ ലൈവ് വെയിങ് മെഷീൻ? സാധാരണ നമ്മൾ ഒരു പച്ചക്കറിയുടെയൊക്കെ ഒരു വെച്ചിരിക്കുന്ന വിഭാഗത്ത് അവിടെ ഒരു വലിയ ബാർകോഡ് വെയിങ് മെഷീൻ കൊണ്ടുവന്ന് വയ്ക്കും. ഒരാളെ അവിടെ നിർത്തും ഡെഡിക്കേറ്റഡ് ആയിട്ട്. അയാളെ പ്രൊഡക്റ്റ് എടുത്ത് ആ വെയിങ് മെഷീൻ്റെ പുറത്ത് വയ്ക്കും. അതിനുശേഷം ഒരു ബാർകോഡ് വരുമ്പോൾ നമ്മളെ കൂടുതൽ ഒട്ടിക്കും കൊണ്ടുവന്ന് കൗണ്ടർ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാളെ ഡെഡിക്കേറ്റഡ് അവിടെ പണിക്ക് നിർത്തണം. ആ വെയിങ് മെഷീൻ ആണെങ്കിൽ ഇത്ര ഹ്യൂജ് എക്സ്പെൻസീവാണ്. അപ്പം റെയിൻടെക്കിന്റെ എഞ്ചിനീയേഴ്സ് ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്കൊരു ലൈവ് വെയിങ് മെഷീൻ ആക്കിക്കൂടാ? നമ്മുടെ കൗണ്ടറിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു വെയിങ് മെഷീൻ, സാധാരണ ഒരു വെയിങ് മെഷീൻ, അതിൽ USB കേബിൾ വെച്ച് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. വെയിങ് മെഷീൻ്റെ പുറത്ത് ഏത് പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണിക്കും. ജസ്റ്റ് ഏത് പ്രൊഡക്റ്റാന്ന് തൊട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലടിച്ച് വരും. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റാന്ന് വിചാരിക്കുക, ക്യാബേജ് ഒരു 420 ഗ്രാം എടുത്ത് അതിൻ്റെ പുറത്തേക്ക് വെച്ചു, 420 ഗ്രാം ക്യാബേജ്. അപ്പം 42 രൂപയുടെ ബില്ല് കട്ടായി അപ്പുറത്തേക്ക് വരും. ആ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ടെക്നോളജിയാണ് റെയിൻടെക്കിന്റെ റീറ്റെയിൽ ഡാഡി എന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ബാർകോഡ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ബാർകോഡ് ഏതെല്ലാം തരത്തിൽ ആൾക്കാർ നിർമ്മിക്കുന്നു, ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം ഡിസൈനിൽ ആൾക്കാർ നിർമ്മിക്കുന്നു നമുക്ക് പരിധിയില്ല. QR കോഡ് ആയിക്കോട്ടെ, പല ഷേപ്പ് ആയിക്കോട്ടെ, പല കളർ ആയിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ ഡിസൈനും എല്ലാ സ്റ്റൈലും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് റെയിൻടെക്കിന്റെ റീറ്റെയിൽ ഡാഡി. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ്, നമ്മളിപ്പം വേൾഡിൽ കിട്ടുന്ന ഏത് ഡിസൈൻ കൊണ്ടുവന്നാലും റെയിൻടെക്കിന്റെ എഞ്ചിനീയേഴ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് ആ സെയിം ടെംപ്ലേറ്റ് തന്നെ ബിൽഡ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് കൊണ്ടുവന്നാൽ ആ ടെംപ്ലേറ്റിലേക്ക് നമുക്ക് ബാർകോഡുകൾ അല്ലെങ്കിൽ QR കോഡ് ആയിക്കോട്ടെ, ലേബൽ, പ്രൈസ് ടാഗുകൾ ആയിക്കോട്ടെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അതിന് മാനുഫാക്ചറിങ് ഡേറ്റോ, എക്സ്പയറി ഡേറ്റോ, ബാച്ച് നമ്പറോ, MRPയോ, കളറോ, സൈസോ, സെയിൽ പ്രൈസോ, A to Z ഇൻഫർമേഷൻസ് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതാണ് കസ്റ്റമർ കെയർ ടീം. ഏതൊരു സോഫ്റ്റ്വെയറിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് കസ്റ്റമർ കെയർ ടീം. റെയിൻടെക്കിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ കസ്റ്റമർ കെയർ ടീം തന്നെയുണ്ട്. അതായത് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ, അതായത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരിക, അതിൻ്റെ ട്രെയിനിങ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, പിന്നെ നമുക്ക് കുറേയധികം പ്രൊഡക്റ്റുകൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാകും, അതെല്ലാം സോഫ്റ്റ്വെയറിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് തരിക. അതുപോലെ തന്നെ നമുക്ക് ഹാർഡ്വെയറുകൾ ഉണ്ടാകും, പ്രിൻ്ററുകൾ, ബാർകോഡുകൾ, ഇതെല്ലാം സെറ്റ് ചെയ്ത് തരിക. അതുപോലെ തന്നെ ഏതെങ്കിലും കസ്റ്റമൈസേഷൻ വേണം, ബില്ലിലോ അല്ലെങ്കിൽ ബാർകോഡിലോ, ഇതെല്ലാം ചെയ്യുക. അങ്ങനെ നിരവധിയായിട്ടുള്ള സഹായങ്ങളാണ്. ഇതിന് കസ്റ്റമർ കെയർ ഫോൺ എടുക്കാൻ വേണ്ടി തന്നെ 6 ആൾക്കാരാണ് ഇരിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഫോൺ ആൻസർ ചെയ്യാനായിട്ട്. അത് അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ വിങ് ഉണ്ട്. അവർ അതിൻ്റെ ഹെൽപ്പും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്കാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഹാർഡ്വെയറുകൾ വേണം, ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രിൻ്റർ, ഇതെല്ലാം ഒരു സെറ്റായിട്ട് വേണം. ബാർകോഡ് പ്രിൻ്റർ, ബിൽ പ്രിൻ്റർ, സ്കാനർ, പേപ്പർ റോൾ, സ്റ്റിക്കർ റോൾ, ഇതെല്ലാം ഒരു കോംബോ ആയിട്ടും നമുക്ക് ഇവിടുന്ന് ഷിപ്പ് ചെയ്യാൻ സാധിക്കും. ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഇവിടുന്ന് ഷിപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും വിളിക്കാവുന്ന ഒരു നമ്പറാണ് 8078311945. നമ്മുടെ ഓഫീസുള്ളത് കോട്ടയം ജില്ലയിൽ വൈക്കം എന്ന സ്ഥലത്താണ്. വൈക്കം തലയിലപ്പറമ്പിന് ഇടയ്ക്ക് വടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. POS അല്ലെങ്കിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ POS മെഷീൻ ഇങ്ങനെയുള്ള സഹായങ്ങൾക്കായി തീർച്ചയായിട്ടും വിളിക്കുക. എൻ്റെ പേര് ഷിബിൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.